ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി മന്തി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എൻ്റെ ചാനൽ ഇറങ്ങി സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ട്, പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിവിടെ 2.5 കിലോ ചിക്കനിലേക്ക് 2 ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ടാക്കിയതും, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും, പിന്നെ കുറച്ച് പുതിന ചപ്പും, പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഫുഡ് കളറ്, മന്തി മസാല, പിന്നെ 1.5 സ്പൂണിൻ്റെ അത്ര കുരുമുളക് പൊടിയും, പിന്നെ ഒരു 4-5 ചിക്കൻ ക്യൂബ് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്ത്. ഇനി ഇതിലേക്ക് 1.5 കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത്. സൺഫ്ലവർ ഓയിൽ നല്ലോണം ഒഴിക്കണം. പിന്നെ ഞങ്ങൾ വേറെ ഏത് ഓയിൽ യൂസ് ആക്കുന്നില്ല, ഇതേ ഓയിൽ ഞങ്ങൾ ഈ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കും. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് 1-1.5 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഞാൻ മന്തിക്കുള്ള ചോറിന് വേണ്ടിയിട്ട് വെള്ളം ചൂടാൻ വെച്ച്. വെള്ളം ചൂടായ പിന്നെ അതിലേക്ക് 1.5 സ്പൂണ് ഉപ്പും, കുറച്ച് കുരുമുളക്, പട്ട, കറാമ്പ്, ബിരിയാണി ലീവ്സ്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് വെള്ളം തളിച്ച് പിന്നെ 1 മണിക്കൂർ പുതിർത്തി വെച്ച് ബാസ്മതി റൈസ് ഇട്ട് കൊടുത്ത്. ഈ പാത്രം ചെറുതായതുകൊണ്ട് പിന്നെ അതിനെ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ച്. പിന്നെ ഇപ്പുറത്തെ സൈഡ് ഞാൻ ചിക്കൻ ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായി. ഒരു സൈഡ് നല്ല പാങ്ങിൽ ഫ്രൈ ആയിന്. അത് ഫ്രൈ ആയ പിന്നെ അതിൻ്റെ മേലെ കുറച്ച് കുരുമുളക് ഇട്ടിട്ട് അതിനെ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ച്. മന്തിക്കുള്ള ചോറ് ഒരു 3/4 വെന്താൽ മതി. അതിനെ ഞാൻ ഒരു പാത്രത്തിൽ അതിൻ്റെ വെള്ളം ഊറ്റിയെടുത്ത്. ഇപ്പുറത്തെ സൈഡ് ചിക്കൻ നല്ല പാങ്ങിൽ ഫ്രൈ ആയിന്, 2 സൈഡും നല്ല പാങ്ങിൽ ഫ്രൈ ആയിന്. ഞാനിവിടെ മന്തിക്കുള്ള സ്മോക്കിന് വേണ്ടിയിട്ട് ഒരു ചട്ടി കത്തിച്ചിട്ട് അതിനെ കണലാക്കിയെടുത്ത്. ഇപ്പോൾ മന്തി ദമ്മിനിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ്റെ മസാല എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച്. ഇനി ഇതിൻ്റെ ഒരു പകുതിയോളം ചോറിട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ പാങ്ങിൽ സെറ്റാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് അടുത്ത് മാറ്റി വെച്ച് ആ ചിക്കൻ ഇട്ട് കൊടുത്ത്. എന്നിട്ട് ബാക്കിയുള്ള ചോറും അതിൻ്റെ മേലെ ഇട്ട് അങ്ങനെ ഇത് ഞാൻ 2 സ്റ്റെപ്പാക്കിയിട്ട് എടുത്തിന്. ഞാൻ ആ ചിക്കൻ്റെ ഗ്രേവിയിലുള്ള എക്സ്ട്രാ ഉള്ള ഓയിൽ ഒരു ഗ്ലാസ്സിൽ മാറ്റി വെച്ചിട്ടുണ്ടായി. അതിന് ഞാൻ ഈ ചോറിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്ത്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളം കലക്കിയിട്ട് അതും ഒഴിച്ച് കൊടുത്ത്. എന്നിട്ട് ഒരു 4-5 പച്ചമുളക് ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഗ്ലാസ് ഇറക്കി വെച്ചിട്ട് എനിക്ക് ഞാൻ നേരത്തെ കണലാക്കി വെച്ച ചട്ടിൻ്റെ കണലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനെ മൂടി വെച്ച്. അപ്പോൾ തന്നെ മൂടണം, അതിൻ്റെ സ്മോക്ക് പുറത്ത് പോകാത്ത പോലെ മൂടണം. എന്നിട്ട് അതിൻ്റെ മേലെ എന്തെങ്കിലും വെയിറ്റ് വെച്ചാൽ മതി. ഇപ്പോഴത്തെ ഞാൻ മയോണൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്ത്, ഒരു 3 അല്ലി വെളുത്തുള്ളിയും, കുറച്ച് പഞ്ചസാരയും, പിന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ ഗ്രൈൻഡ് ആക്കിയിട്ടെടുത്ത്. ഇനി ഇതിലേക്ക് കുറച്ച് വിനീഗറും, കുറച്ച് കുരുമുളക് പൊടിയും, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഗ്രൈൻഡ് ആക്കിയിട്ടെടുക്കാം. അങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഗ്രൈൻഡ് ആക്കണം. അപ്പം നല്ല തിക്കായിട്ടുള്ള മയോണൈസ് റെഡിയാവും. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. ഞാനൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇങ്ങനെ സ്മോക്കിന് വെച്ചിട്ടുണ്ടായി. ഇപ്പോൾ കറക്റ്റായിട്ട് റൈസെല്ലാം കറക്റ്റായിട്ട് വെന്തിന് നല്ല പിടിയായിട്ടുണ്ട് ചോറ്. ഇനി ഇതിലുള്ള ചിക്കനെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള മന്തി റെസിപ്പി നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായി. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടിരുന്ന്. നല്ല പിടിയായിട്ടുണ്ട് ചോറ്. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടായി. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കി. അങ്ങനെ ഒരു ലെഗ് പീസ്, കുറച്ച് മയോണൈസ്, കുറച്ച് തക്കാളി ചട്നി, പിന്നെ കുറച്ച് അച്ചാർ, ഇത്ര ഐറ്റം ഉണ്ടെങ്കിൽ നല്ല അടിപൊളി മന്തി റെഡിയാവും. ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടുണ്ടായി. അങ്ങനെ മയോണൈസിൽ മുക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി. നിങ്ങളൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.